ഇതുപോലുള്ള സ്റ്റോറി ഇടണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ കഴിയൂല. കാരണം എന്താ വെച്ചാൽ കണ്ടന്റ് എങ്ങനെ പറയണം, എന്ത് പറയണം, അതൊന്നും ഒരു പിടുത്തമില്ല. അപ്പൊ ഇന്ന് പോണത് നമ്മൾ പറമ്പിക്കുളത്തേക്കാണ്. പാലക്കാട് ഭയങ്കര രസം എന്താ വെച്ചാൽ ഭയങ്കര ഇങ്ങനെ ലാൻഡ്സ്കേപ്പാണ് ഭയങ്കര ഉള്ളത്. പാലക്കാട് വർക്കിന് വന്നിട്ട് നമ്മൾ നല്ലോണം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ചൂട് പക്ഷെ ഒരു വിങ്ങൽ ചൂടാണെങ്കിൽ വൈകുന്നേരം നമ്മൾ ഇറങ്ങലുണ്ട്. രാവിലെ ഉച്ചക്ക് മാറി മാറി എന്ത് ചെയ്യും, സൺസ്ക്രീൻ ഇടുകയും സൺസ്ക്രീൻ ഇട്ടിട്ട് കമ്പ്യൂട്ടറിൽ ഇരുത്താറുണ്ട്. ഇതൊരു ട്രിപ്പല്ല ഗൈസ്. പറമ്പിക്കുളത്താണെങ്കിൽ ഒരു കാട്. പറമ്പിക്കുളം പിന്നെയും 10-12 കിലോമീറ്റർ ഉള്ളിലാണ്. അപ്പോൾ അവിടെ അവരേതായ ഒരു ലോകം, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് വർക്ക് ലൈഫിൽ അല്ലേ. നമ്മുടെ ഒരു വർക്ക് ലൈഫിൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും. ഇങ്ങോട്ടൊക്കെ കടുവ ഒരു സൗണ്ട് കേട്ടപ്പോ തന്നെ ഞാൻ ടോർച്ച് അടിച്ചടിച്ച് ഇവർ രണ്ടുപേരും കണ്ടു. മറ്റേ കറുപ്പായിട്ടുള്ളത് റൗണ്ട് ആയിട്ട്. ഈ വാൽപ്പാറയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടീനെ കടുവ കടിച്ചു കൊന്നിരുന്നു. അപ്പം നമുക്കിവിടെ കടുവ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അത് അങ്ങനെ പറയല്ല, ഒരു വന്യജീവി ആക്രമണങ്ങളും അതിൽ ജീവൻ നഷ്ടപ്പെടുന്നൊക്കെ സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ മൊത്തത്തിൽ പറമ്പിക്കുളം ഒന്ന് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്.